നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും അതിയായ ഒരു ആഗ്രഹമാണ്. ₹1 പോലും കടമില്ലാതെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കുകയാണെങ്കിലും കൂടി ജീവിത സാഹചര്യങ്ങൾ മൂലം പലരിൽ നിന്നും പലതവണയായി കടം വാങ്ങിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴുള്ള ജീവിതം കടന്നു പോകുന്നത്. അതായത് വരുമാനത്തേക്കാൾ ഇരട്ടിയായി ചിലവുകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും കടം പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പക്ഷേ വാങ്ങിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ ആ പണം തിരികെ കൊടുക്കാം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് എങ്കിലും കൂടി ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ പണം തിരികെ കൊടുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ ഏറെയാണ്. അങ്ങനെയുള്ള അപമാനങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കടം ഇനി ഒരിക്കലും വാങ്ങിക്കാതെ വരുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായി നമ്മൾ ഈ ഒരു ചെറിയ താന്ത്രികം പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പൂർണ്ണ വിശ്വാസം മാത്രമാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ള ഒരു കാര്യമെന്ന് പറയേണ്ടത്. കാരണം ജീവിതത്തിലെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനായി നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. അതായത് നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടി ഇനി ഒരിക്കലും ആ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ച് വിടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ആ ഒരു വാശി, അതല്ലെങ്കിൽ ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് വേണ്ടത്. ഇപ്പോൾ പറഞ്ഞു വന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ താന്ത്രികം ചെയ്തു നോക്കുക എന്നാണ്. ഇനി ഏതു ദിവസം മുതൽക്ക് നമുക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്തു തുടങ്ങാവുന്നതാണ്. സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മാത്രം ചെയ്തു തുടങ്ങേണ്ട ഒരു താന്ത്രികമാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത്. ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടത് 1 കൈപ്പിടി അളവിന് മുതിര, അതല്ലെങ്കിൽ കൊള്ള് എന്ന് പറയും, ഇതാണ് ആവശ്യം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ വളരെ അനുയോജ്യമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ള ദിനം ആ ദിവസങ്ങളിലോ രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുക. ചിലവർ നേരത്തെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് പൂജകളും വഴിപാടുകളും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. അപ്പോൾ 6 മണിക്ക് മുന്നേ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ സൂര്യഭഗവാന്റെ മുൻപിൽ പോയി നിന്ന്, സൂര്യഭഗവാൻ കിഴക്കു നിന്ന് ഉദിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ കിഴക്ക് നോക്കി നിന്നുകൊണ്ട് 1 കൈപ്പിടി അളവിന് കൊള്ള് നമ്മുടെ വലത് ഉള്ളം കൈയിൽ അടച്ചു പിടിക്കുക. നമ്മുടെ ശരീരത്തിലെ ചൂട് ഈ കൊള്ളിലേക്ക് ഇറങ്ങിക്കോട്ടെ. അതിനുശേഷം സൂര്യഭഗവാന്റെ മുൻപിലേക്ക് ഈ കൊള്ള് നമ്മൾ പിടിച്ചിരിക്കുന്ന കൈകൾ നീട്ടിക്കൊണ്ട് എൻ്റെ കടം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണം എന്ന് മാത്രം 27 തവണ പറയുക. അതിനുശേഷം കുറച്ചു നേരം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി ഓം ആദിത്യായ നമ, ഓം ആദിത്യായ നമ, ഓം ആദിത്യായ നമ എന്ന് 27 തവണ ഒരു മന്ത്രം കൂടി ചൊല്ലേണ്ടതുണ്ട്. ഈ മന്ത്രം പറയണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതിനാലാണ് പറയുവാനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ കൊള്ള് നമ്മൾ വലതുവശത്തു നിന്നും ഇടതുവശത്തേക്ക് നമ്മുടെ തലയ്ക്ക് 27 വട്ടം ചുറ്റുക. അതിനുശേഷം ഈ കയ്യിൽ വച്ചിരിക്കുന്ന മുതിര നമുക്ക് പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ പശുവിന് കൊടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് എന്തെങ്കിലും കാക്കയ്ക്ക് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് നമ്മൾ ദാനമായിട്ട് പ്രാവുകൾക്കോ പക്ഷികൾക്കോ കൊടുക്കുന്നതാണ് ഉചിതം. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെല്ലാം പ്രാവോ പക്ഷികളോ പശുവോ ഒന്നുമില്ല, ഞങ്ങൾ വിദേശത്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ 16 ദിവസമാണ് ചെയ്യേണ്ടത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, 16 ദിവസം 27 തവണ ഈ കൊള്ള് കയ്യിൽ വെച്ച് നിങ്ങൾ തലയ്ക്ക് ചുറ്റേണ്ടതാണ്. ഓരോ ദിവസവും ഓരോ തവണ കൊള്ളെടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്ത കൊള്ള് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അത് നമുക്ക് ഉപേക്ഷിച്ചു കളഞ്ഞതിനു ശേഷമായിരിക്കണം നമ്മൾ വീട്ടിനകത്തേക്ക് കയറേണ്ടത്. ഈ താന്ത്രികം ചെയ്യുമ്പോൾ പൂജകളോ അതുപോലെ തന്നെ മന്ത്രജപങ്ങളോ ചൊല്ലണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഓം ആദിത്യായ നമ എന്ന് 27 തവണ ചൊല്ലാവുന്നതാണ്. അതല്ലെങ്കിലും സാരമില്ല. പക്ഷേ
നിങ്ങൾക്ക് ഈ പൂജകൾ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മനസമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും, അതല്ല നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന വഴിപാടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്താലും വളരെ നല്ലതാണ്. പക്ഷേ നിർബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. പൂജകളും വഴിപാടുകളും റെസ്ട്രിക്ഷനും ഒന്നും തന്നെ ആവശ്യമില്ല. പീരിയഡ് സമയങ്ങളിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ മന്ത്രം ചൊല്ലരുത് എന്ന് മാത്രം. ഇനി കടം പ്രശ്നങ്ങൾ കാണാതെ പോകുവാനാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത്. മാത്രമല്ല കടം മൂലമുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുവാനും സാധിക്കുന്ന ഒരു താന്ത്രിക മാർഗമാണ് ഇത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടും അതുപോലെ തന്നെ ചിലർക്കിത് പുച്ഛമായിട്ടും തോന്നുമെങ്കിലും കൂടി വളരെ അധികം ഫലം തരുന്ന ഒന്നാണ്. ചെയ്തു നോക്കുക, തീർച്ചയായും ഫലം നിങ്ങളിലേക്ക് എത്തിക്കും. അതായത് നമ്മുടെ കടം നമുക്ക് പെട്ടെന്ന് അടച്ചു തീർക്കുവാനുള്ള ഏതെങ്കിലും വഴികൾ താനെ തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത്. ചിലർക്ക് ജോലി തടസ്സം മൂലമാണ് ഇത്രയും കടം പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹിച്ചതുപോലുള്ള ശമ്പളത്തിൽ ഒരു ജോലി പെട്ടെന്ന് കിട്ടും. ചിലർക്ക് ഭൂമി വിൽക്കാതെ കിടക്കുകയാണ്, അതുമൂലമാണ് നമ്മുടെ ജീവിതത്തിൽ കടം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിറ്റ് കിട്ടുവാനുള്ള ഒരു മാർഗം നമ്മളിലേക്ക് എത്തിച്ചു തരും. അതുപോലെ തന്നെ എന്താണോ നമ്മുടെ കടം പ്രശ്നങ്ങൾക്ക് പ്രധാനമായും കാരണം, ആ കാരണങ്ങൾ എന്താണെങ്കിലും ആ കാരണങ്ങളെ ഇല്ലാതാക്കുവാൻ ഈ ഒരു താന്ത്രികത്തിന് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ കടം എന്നുള്ളത് രോഗത്തെക്കാളും ഏറ്റവും വലുതായാണ് കണക്കാക്കപ്പെടുന്നത്. രോഗം പോലും നമ്മൾ ആശുപത്രികളിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറിക്കിട്ടുന്നതാണ്. പക്ഷേ ഈ കടം എന്ന് പറയുന്നത് കർമ്മപാപ ഫലമായാണ് കരുതപ്പെടുന്നത്. ഈ കൊള്ളു പരിഹാരം നമ്മൾ ചെയ്യുന്നത് മുഖാന്തരം രാഹു കേതു ദോഷങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്നതാണ്. രാഹു കേതു മാത്രമല്ല, നമ്മുടെ ജാതക പ്രകാരമുള്ള എല്ലാവിധ ദോഷങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്ന ഒരു ചെറിയ താന്ത്രിക പരിഹാരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത്. ഇനി ഒരു കാര്യം കൂടി പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആർക്കാണോ കടം പ്രശ്നങ്ങൾ കൂടുതലുള്ളത്, അതായത് ചിലർ വീട്ടിലുള്ള സ്ത്രീകളുടെ പേരിലായിരിക്കും കൂടുതലും കടം വാങ്ങിയിരിക്കുന്നത്, ചിലരാകട്ടെ പുരുഷന്മാരുടെ പേരിൽ തന്നെയായിരിക്കും കടം വാങ്ങിയിരിക്കുന്നത്. ആർക്കാണോ കൂടുതൽ കടം പ്രശ്നമുള്ളത് അവരാണ് ഈ താന്ത്രികം ചെയ്യേണ്ടത്. കഴിവതും വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരോട് തന്നെ ചെയ്യുവാനായിട്ട് പറയുക. അങ്ങനെ അവർ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ അവരവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ കൊള്ളു മുഖാന്തരമുള്ള ഈ താന്ത്രിക പരിഹാര മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, അതുപോലെ തന്നെ വഴിപാടുകൾ, പൂജകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.